രാജ്യത്ത് പാചകവാതക പ്രതിസന്ധി രൂക്ഷമായതോടുകൂടി പാചകം ഇപ്പോൾ വിറകടുപ്പിലേക്ക് മാറുന്ന സാഹചര്യം കൂടി സംസ്ഥാനത്ത് നിലവിലുണ്ട്. 1 കിലോ വിറകിന് 10 രൂപയാണ് ഈടാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം കരമനയിലുള്ള വേണുച്ചേട്ടൻ്റെ വിറക് കടയ്ക്ക് മുന്നിലാണ്. കാറ്ററിംഗ് ഹോട്ടൽ മേഖലയിലെ ആളുകളാണ് ഇത്തരത്തിൽ വിറകുകൾ വാങ്ങാനായി ഇവിടെ എത്തുന്ന ആവശ്യക്കാരിലേറെ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നത്. വിറകുകൾ ഇങ്ങനെ വിൽപ്പനയ്ക്കായി അടുക്കി വച്ചിരിക്കുന്ന സാഹചര്യം കൂടി നിലവിലുണ്ട്. നാട്ടിൻപുറങ്ങളിൽ നിന്നാണ് കൂടുതൽ വിറകുകൾ നഗരപ്രദേശങ്ങളിലേക്ക് വരുന്നത്. ഈ വിറകിന് ഇപ്പോൾ ഡിമാൻഡ് വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഒരുപക്ഷെ വില കൂട്ടേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനമായും ഈ വ്യാപാരി വേണുച്ചേട്ടൻ ഉൾപ്പെടെ പ്രധാനമായും പറയുകയും ചെയ്യുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് കൂടി പോവാം. ഇപ്പോൾ വിറകിന് വൻ ഡിമാൻഡാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു പക്ഷേ വില കൂട്ടേണ്ടി വരുമെന്നുള്ള മുന്നറിയിപ്പ് നിങ്ങൾ കച്ചവടക്കാർ നൽകുകയും ചെയ്യുകയാണ്. നിലവിലത്തെ ഈ പ്രതിസന്ധി എങ്ങനെ മറികടക്കാൻ കഴിയും? നിലവിലെ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നാട്ടുപ്രദേശത്തുള്ള മരങ്ങളാണ് നമുക്ക് മുറിച്ചിവിടെ സിറ്റിക്കകത്ത് കടകളിൽ കൊണ്ടുവരുന്നത്. ഇത് കുറച്ച് ദിവസം ഇതേ സാഹചര്യത്തിൽ ഗ്യാസ് കിട്ടാത്തൊരവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇവർക്കും വിറക് കിട്ടാത്തൊരു സാഹചര്യത്തിൽ വിറക് മുറിച്ച് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യമാവും. ഇപ്പോൾ കൂടിപ്പോയി ഒരു മാസം കൂടെ ഈ കണക്കിന് പോകും. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്ന് പറയാനായിട്ട് ഗ്യാസ് ഇതേ കണക്കിന് കിട്ടാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സർക്കാരിൽ നിന്നും ഫോറസ്റ്റിൽ വിഴുന്ന് കിടക്കുന്ന മരങ്ങൾ വിറകിന് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ള മരങ്ങൾ ലേലം ചെയ്ത് കഴിഞ്ഞാൽ വിറകിടകളിൽ ആവശ്യമുള്ള വിറക് കിട്ടും. അതെന്താണെന്ന് പറഞ്ഞാൽ സിറ്റിക്കകത്ത് മരങ്ങൾ കുറവാണ്, മുറിക്കാനും ബുദ്ധിമുട്ടാണ്. വെളിയിൽ നിന്ന് ഈ നാട്ടുപ്രദേശത്ത് നിന്ന് മുറിച്ച് കൊണ്ടുവരുന്ന മരങ്ങൾ ഇപ്പോൾ അപൂർവമാണ്. എങ്ങനെയല്ലേ 2-3 മാസം കൂടെ കഴിയുമ്പോൾ അതും തീരും. അപ്പോൾ സർക്കാരിൽ നിന്നും പണ്ടൊരു 10 വർഷത്തിന് മുമ്പായിട്ട് ഇഷ്ടാനുസരണം കൂപ്പ് വിറക് കയറ്റി വന്നിട്ടുണ്ടായിരുന്നു. പനവള ജംഗ്ഷനിൽ ലോറി കണക്കിന് കൊണ്ട് നിർത്തുമായിരുന്നു. ഇത് 10 വർഷമായിട്ട് ഇപ്പോൾ ഗ്യാസ് ഉള്ളത് കാരണമാണ് ഈ വിറക് സർക്കാരിൽ നിന്നും വരാത്തതും ആരും കൂടുതൽ യൂസ് ചെയ്യുന്നപ്പോൾ അതിൻ്റേതായ പ്രതിസന്ധി ഇല്ലായിരുന്നു. ഇപ്പോൾ ഗ്യാസ് തപ്പന ഇല്ലാതായതോടുകൂടി വിറകിലേക്കെല്ലാം ആശ്രയിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വിറക് ഇപ്പോൾ കിട്ടാതെ വരുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ്. ഹോട്ടലുകളൊക്കെ ഇപ്പോൾ തന്നെ അടഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ ഹോട്ടൽ കാറ്ററിംഗ് മേഖലയെ ഇത് കാര്യമായി തന്നെ ബാധിച്ചു എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഫ്രണ്ടിലൊരു ഹോട്ടലുണ്ട്, ശ്രീ ഗണേശ് എന്ന് പറഞ്ഞത്. ഇന്ന് പൂട്ടിയിട്ട് 4 ദിവസമാകുന്നു. അവർക്ക് ഗ്യാസ് മാത്രമേ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം പരിമിതിയാണ്. വിറക് വെച്ച് കത്തിക്കാനായിട്ട് ഒരു കാരണവശാലും പറ്റില്ല. അതുകൊണ്ട് കട പൂട്ടിയിരിക്കുകയാണ്. ഈ ഗാർഹിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ആളുകൾക്ക്, വീടുകളിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് പ്രശ്നം ഇപ്പം നിലവിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടേണ്ട ഒരു സാഹചര്യമില്ല. വാണിജ്യ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്കാണ് ബുദ്ധിമുട്ട്. വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരും കുറവാണ്. ഇപ്പം നിലവിൽ വരുന്ന ആൾക്കാർ കാറ്ററിങ്, ഹോട്ടല്, റെസ്റ്റോറൻറ്റ്, അങ്ങനെ വലിയ വലിയ ഹോട്ടലുകാരാണ് ഇപ്പോൾ ഈ പറയുന്നത്. പിന്നെ കല്യാണ മണ്ഡപങ്ങളിലൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് ഇപ്പോൾ വരുന്നത്. ഓഡിറ്റോറിയങ്ങളുടെയൊക്കെ കാര്യം പ്രതിസന്ധിയിലേക്ക് മുന്നോട്ട് പോവുകയാണല്ലേ? ഓഡിറ്റോറിയത്തിലേക്ക് അവർ കല്യാണമൊന്നും ഇപ്പോൾ സ്വീകരിക്കുന്നില്ല, ഗ്യാസ് ഇല്ലാത്തത് കാരണം. കാര്യം പാചക പാർട്ടി ആയിരുന്നാലും അവരാദ്യം ഗ്യാസ് സിലിണ്ടറിനാണ് നോക്കുന്നത്. വിറക് വെച്ച് കത്തിച്ച് കഴിഞ്ഞാൽ എത്ര ഉണക്ക വിറവായിരുന്നാലും അതിൽ പുക വരും. അതവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് ഗ്യാസ് ആദ്യമേ പറയും, ഒരു 5 സിലിണ്ടറോ 10 സിലിണ്ടറോ ഗ്യാസ് വരട്ടെന്ന്. തീർച്ചയായും ഈ പാചകവാതക പ്രതിസന്ധി ഉടനടി തന്നെ പരിഹരിച്ചില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധി വിവിധ മേഖലകളിൽ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഇതിനോടകം തന്നെ ഉറപ്പാണ്. കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ നിർണായകമായ ഒരു ഇടപെടൽ അടിയന്തരമായി തന്നെ നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ളതുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കാൻ കഴിയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് സായി സൂര്യയ്ക്കൊപ്പം അഭിജിത്ത് ജെ, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.